55% ചാർജ് ആകുമ്പോൾ ടോപ്പ് സ്പീഡ് കട്ടാവുന്നു. 45% ആകുമ്പോൾ സെക്കൻഡ് സ്പീഡ് ആയ ഡാഷ് മോഡ് കട്ടാവുന്നു. 40% ചാർജ് ആകുമ്പോൾ തന്നെ റൈഡ് മോഡിലെ ടോർക്ക് കുറഞ്ഞു വരുന്നു. 30% എക്കോയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതാണ് എനിക്ക് ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തണം. ചാർജ് 55 ആണെന്നുണ്ടെങ്കിലും നമുക്ക് സോണിക്കിൽ ഇടാൻ കഴിയൂല, അത് കട്ടായി പോയിട്ടുണ്ട്, ഓട്ടോമാറ്റിക് കട്ടാവാണ്. അതുപോലെ തന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ 45ലേക്ക് എത്തുമ്പോൾ ഡാഷ് മോഡ് കട്ടാവുന്നു. കാരണം അതിലേക്ക് പറഞ്ഞാൽ 70-75 സ്പീഡ് നമുക്ക് പോകാമായിരുന്നു, അതും ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നെ ഇങ്ങനെ ചാർജ് കൈനിരിച്ച് ഓരോ മോഡുകൾ ഓട്ടോമാറ്റിക് കട്ടാവും. നമുക്ക് റേഞ്ച് കിട്ടാനായിരിക്കാം എന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക് ആ ഒരു ഇതിൽ കട്ടാവുന്നത് വളരെ ഒരു ഡ്രോബാക്കായി തോന്നിയിട്ടുണ്ട്. മറ്റുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടർ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 20% ആകുമ്പോൾ എല്ലാ മോഡും കട്ടാവുക എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു 20% ആകുമ്പോൾ ആ ഒരു മോഡുകൾ കട്ടാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു യൂസർ ഫ്രണ്ട്ലിയായിരുന്നു ഇത്. ആ ഒരു ഡ്രോബാക്ക് തോന്നിയോണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഇങ്ങനെ ഇട്ടത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എല്ലാ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ വീഡിയോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം.